ഹായ് ഹലോ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് താമസിച്ച് പോയി. ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുകൊണ്ടിരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു വെറൈറ്റി മുട്ടക്കറി ഉണ്ടാക്കി. അതിൻ്റെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ എന്നീ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴേ എന്താ കറി എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ അല്ലേ. എല്ലാ ദിവസവും ഒരേ ടേസ്റ്റിൽ മുട്ടക്കറി ഉണ്ടാക്കാതെ ഒരു വെറൈറ്റി ടേസ്റ്റിൽ നമുക്കൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ ഈ ചപ്പാത്തിയും മുട്ടക്കറിയും കൂട്ടിയിട്ട് ഞാൻ ചപ്പാത്തി ഒന്ന് കഴിക്കട്ടെ. കറിയുടെ ടേസ്റ്റ് സൂപ്പറായിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ പറയുന്നില്ല, ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് പറയുന്നില്ല. എൻ്റെ കൂട്ടുകാർ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കണമെങ്കിൽ റെസിപ്പി വേണമല്ലോ. അപ്പോൾ ഞാൻ ഈ ചപ്പാത്തി കഴിക്കുന്ന നേരത്തെ എൻ്റെ കൂട്ടുകാർ ഇതിൻ്റെ റെസിപ്പി കണ്ടിട്ട് വാ, ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞ് ഉണ്ടാക്കി നോക്കണം മറക്കാതെ. അപ്പോൾ ഞാൻ ഇതൊന്ന് കഴിക്കട്ടെ. അതിന് വേണ്ടി ഞാൻ മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിൽ വെച്ച് ഒരു വിസിൽ അടുപ്പിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ മുട്ട വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കട്ട്. ആ നേരത്തെ നമുക്ക് മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ജാറെടുത്ത് എൻ്റെ കൈക്ക് ഒരു പിടി മല്ലിയില, അതുപോലെ തന്നെ ഒരു പിടി പുതിനയില, അതുപോലെ തന്നെ എരിവിന് പച്ചമുളകാണ് ചേർക്കുന്നത്. എൻ്റെ അടുത്ത് ഇച്ചിരി വാടിയ പച്ചമുളകായി പോയി കേട്ടോ. അത് കഴിഞ്ഞ് ചെറിയൊരു കഷ്ണം ഇഞ്ചി, അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ 7-10 വെളുത്തുള്ളി, അത് കഴിഞ്ഞിട്ടൊരു 5-6-7 അണ്ടിപ്പരിപ്പ്, അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര്. ഇത് ഇത്രയും കൂടെ ചേർത്ത് ഇനി ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. ഉണ്ടല്ലോ, അപ്പോൾ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നു. ഈ ഒരു പരുവത്തിലാണ് നല്ല പച്ച കളറായിട്ടിരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് പാനടപ്പ വെച്ച് ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് അതേ എണ്ണയിലേക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 4 സവാള ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇതിലേക്കിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കണം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അത് ഉപ്പ് ചേർത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഇത്രയും കൂടെ ചേർത്ത് സവാള നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ല, അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 3 മീഡിയം തക്കാളിയാണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്. അത് ഞാൻ ചോപ്പറിനകത്ത് അരിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ആയത്. അപ്പോൾ 3 തക്കാളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് അത് നന്നായിട്ട് വഴറ്റിയെടുത്തു. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ടുവന്ന മസാല ഇങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് അത് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ആ പച്ചമണമൊക്കെ പോയി ഒന്ന് ഫ്രൈ ആവണം. കണ്ടില്ല, അപ്പോൾ ആ മസാലയുടെ പച്ചമണമൊക്കെ പോയിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറ് കഴിയ വെള്ളവും അല്ലാതെ കുറച്ച് വെള്ളവും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ മസാല ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയുണ്ടല്ലോ അതുകൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഈ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഒരുപാട് വെള്ളം പോലല്ല, ഇതേപോലെ ഇച്ചിരി കട്ടിക്കുണ്ടാവണം കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ കസൂരി മേത്തി അത് നന്നായിട്ട് പൊടിച്ചിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കണ്ടില്ലേ, എത്ര സിമ്പിളായിട്ട് എത്ര ടേസ്റ്റി ആയിട്ട് ഒരു മുട്ട മസാല ഉണ്ടാക്കുന്നുണ്ടല്ലേ. അപ്പോൾ എങ്ങനെയുണ്ട്? സംഭവം സൂപ്പർ അല്ലേ? സൂപ്പർ ടേസ്റ്റ്, പറയാൻ വാക്കുകളില്ല. അപ്പം എൻ്റെ കൂട്ടുകാരി മുട്ടക്കറി ഉണ്ടാക്കിയിട്ട് മറക്കാതെ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? കാരണം വെച്ചാൽ ഞാൻ ഓരോ കറികൾ ഉണ്ടാക്കുമ്പോൾ സൂപ്പറാന്നൊക്കെ പറയുമ്പോഴേ എല്ലാവരും എന്നെ ഇത് ചെയ്യാറുണ്ട്, സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് കൊള്ളാമെന്ന് പറയുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ. നമ്മൾ എന്നും ഒരേ മാതിരിയുള്ള മുട്ടക്കറികൾ ഉണ്ടാക്കുക. ഓരോ ദിവസം കുറച്ചൊരു വെറൈറ്റി ഉണ്ടാക്കണം. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ മറക്കാതെ ട്രൈ ചെയ്യൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ അതിൻ്റെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ, ബൈ, സീ യു.